പലരും കഴിഞ്ഞൊരു എപ്പിസോഡ് കണ്ടിട്ട് വിളിച്ചിട്ട് നീ ഭയങ്കരമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നോക്കി വോട്ട് ചെയ്യുക, നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ്. പുതിയൊരു ക്യാമ്പയിനുമായിട്ട് UDF ഒരു സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ക്യാമ്പയിൻ ഇത്രയേ ഉള്ളൂ. വലിയൊരു സ്റ്റിക്കർ, സ്വർണം കട്ടത് ആരാണെന്ന് അറിയണമെങ്കിൽ മുകളിലേക്ക് നോക്കുക എന്നാണ് ആ ഒരു ക്യാമ്പയിൻ. ഭയങ്കര രസകരമാണ്. പക്ഷേ ആ ക്യാമ്പയിൻ ഗുണം ചെയ്യുന്നത് LDF. കാരണം മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് LDF അല്ലാതെ മറ്റാര്, പിണറായി വിജയൻ്റെ വലിയൊരു ഫോട്ടോ. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനൊരു ക്യാമ്പയിനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫൺ ആക്ടിവിറ്റിക്ക് വളരെ നല്ല പരിപാടിയാണെങ്കിലും ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് അത് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ചവിട്ടി നിൽക്കുന്ന ആ ഒരു സ്റ്റിക്കറിൽ ഈ പറയുന്ന UDF കാര്യങ്ങളൊന്നുമില്ല. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ LDF അല്ലാതെ മറ്റാര് എന്നാണ് ചോദിക്കുന്നത്. വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ ബ്രാൻഡ്, അതിനെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ ബ്രാൻഡിന് എന്തൊക്കെയാണ് മെച്ചം, നിങ്ങളുടെ ബ്രാൻഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബ്രാൻഡ് മറ്റു ബ്രാൻഡിനേക്കാളും എത്രമാത്രം മെച്ചമാണ് എന്ന് സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാതെ മറ്റേ ബ്രാൻഡ് ഉണ്ടല്ലോ അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റേത് ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് മലയാളി കസ്റ്റമർ വിചാരിക്കുന്നത് എടാ ഇവനെക്കുറിച്ചൊന്നും പറയാനില്ലേ, മറ്റുള്ളവരെ കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് എന്ന് ചിന്തിച്ചേക്കാം. ശരിക്കും BJP, നരേന്ദ്ര ദാമോദാസ് മോദി, അവരാണ് ഈ ഒരു ബ്രാൻഡിങ് എക്സസൈസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ, രാവിലെ മുതൽ രാത്രി വരെ സംസാരിക്കുമ്പോൾ മിനിമം ഒരു 10 തവണയെങ്കിലും മോദി 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 എന്ന് പറയും. അത് നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിലും. അതേസമയം മോദിയുടെ ഒരു ക്യാമ്പിൽ നിന്നും മോദി എന്നൊരു പേരല്ലാതെ വേറൊരു പേരും പറയാറില്ല. രാഹുൽ ഗാന്ധിയെന്നോ സോണിയാഗാന്ധിയെന്നോ അങ്ങനെ ഒരു പേരുകളും മോദിയോ അല്ലെങ്കിൽ വലിയ ലീഡേഴ്സോ പറയാറില്ല. കാരണം അവർക്കറിയാം അതൊരു ബ്രാൻഡ് സ്പേസ് ഗിവിങ് ആണെന്നുള്ളത്. നമ്മളെക്കുറിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന ബ്രാൻഡ് പെർസെപ്ഷൻ വളരെ കൃത്യമായിട്ടാണ് അവരെപ്പോഴും ഉപയോഗിക്കാറ്. നേരെ മറിച്ച് പ്രതിപക്ഷ കക്ഷികളെല്ലാവരും രാവിലെ മുതൽ അങ്ങോട്ട് മോദി 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 എന്ന് പറയും. അപ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു പേരുണ്ടാവും. മോദി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ഐക്കണായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ബ്രാൻഡുകൾ എപ്പോഴെങ്കിലും ഏത് സമയത്തും നമ്മുടെ ബ്രാൻഡുകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുക. അല്ലാതെ മറ്റ് ബ്രാൻഡുകളെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രാൻഡിന് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. മറ്റാരുമില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ. സോ എപ്പോഴും സംസാരിക്കുക നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഗുഡ് തിങ്സിനെ കുറിച്ചിട്ട്.